ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലിൽ അമീൻ വാല ആലിഹി വസഹബി അജ്മായിൻ അമ്മാബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ വാർദ്ധക്യ സഹജമായ ആളുകളെ പരിചരിക്കുന്നതിൽ, മാതാപിതാക്കളെ പരിചരിക്കുന്ന മേഖലയിലുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് മക്കൾ മാതാപിതാക്കളിൽ നിന്നും അകലുന്നു അല്ലേ. മക്കൾ പണ്ടൊക്കെ നല്ലൊരു ഗുഡ് റാപ്പോ ഉണ്ടായിരുന്നു പാരൻസ് മക്കളൊക്കെ തമ്മിൽ. എവിടെയൊക്കെയോ ആ കണ്ണികൾ ഇന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മക്കൾ മാതാപിതാക്കളിൽ നിന്നാണ്. അവിടെ ന്യൂജൻ കുട്ടികളൊക്കെ പലപ്പോഴും പറയാറുള്ളത് തന്ത വൈബ് തള്ള വൈബ് എന്ന്. ആ വാക്കുകളെ നമ്മൾ ഒരിക്കലും ആ രൂപത്തിൽ എടുക്കുന്നില്ല. എന്നാലും ആ ഒരു മൈൻഡ് സെറ്റിനെ നമ്മൾ മാറ്റിയേ പറ്റൂ. എന്തുകൊണ്ട് ആ രൂപത്തിൽ സംസാരിക്കുന്നു, എന്തുകൊണ്ട് ആ രൂപത്തിൽ പെരുമാറുന്നു, അതിനൊരു പരിഹാരം വേണ്ടേ, എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ? ആ ഒരു മേഖലയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച പോകുന്നത്. നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നത് സാർ തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും. മാതാപിതാക്കൾ മക്കളിൽ നിന്ന് മക്കൾ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുന്നു. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണല്ലോ. അപ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട്. ആസ് എ കൗൺസിലർ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ പീസ് റേഡിയോയിലൂടെ നമ്മുടെ സ്നേഹക്കൂടിലെ ഒന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഉപകരിക്കുന്നു തോന്നുന്നു. സർ, ഇവിടെ പാരൻറ്റിങ് എന്നുള്ളത് പല സെഷനിലും സ്നേഹക്കൂടിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പാരൻറ്റിങ് ഈസ് ഗെറ്റിംഗ് ഫോൾട്ടി. നമ്മുടെ ഈ സമൂഹം ദുഷിക്കുന്നതിൽ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നതിൽ ബാഡ് പാരൻറ്റിങ്ങിന് അല്ലെങ്കിൽ പുവർ പാരൻറ്റിങ്ങിന് വലിയ പങ്കുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു വലിയ ബിഗ് മിസ്റ്റേക്കാണ് മക്കൾ മാതാപിതാക്കളിൽ നിന്ന് അകലാനുള്ള പ്രധാനപ്പെട്ട കാരണം. എനിക്ക് തോന്നിയ ഒരു സംഗതി, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിൽ ആശയവിനിമയത്തിൽ കമ്മി വരിക, അല്ലെങ്കിൽ ആശയവിനിമയം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ മോശപ്പെട്ട കമ്മ്യൂണിക്കേഷൻ നടക്കുക. അപ്പോൾ ഒരിക്കൽ ഒരു ഉമ്മ, ഒരു 40-38 വയസ്സുള്ള ഒരു ഉമ്മ എന്നെ വിളിക്കുകയാണ് ഫോണിൽ. ഞാൻ ശക്തമായ മാനസിക പിരിമുറുക്കത്തിലാണ്. അപ്പോൾ ആ പെണ്ണ് എന്നോട് സംസാരിക്കുമ്പോൾ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കരയാണ്. കാരണം എൻ്റെ ഭർത്താവ് നല്ല സ്വഭാവമുള്ള ആളാണ്, പക്ഷേ മക്കളോട് തീരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂല, സംസാരിക്കില്ല, വളരെ കുറഞ്ഞ വാക്കുകളെ സംസാരിക്കുകയുള്ളൂ. ഇതുകൊണ്ട് തന്നെ 16-18 വയസ്സുള്ള കുട്ടികൾ വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഉപ്പയും മക്കളും തമ്മിൽ, ആൺകുട്ടികളും തമ്മിൽ തീരെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഈ ആശയവിനിമയം എന്നുള്ളത് നമ്മുടെ ഇമോഷണൽ നീഡ്സ്, വൈകാരികമായ ആവശ്യങ്ങൾ, ഫിസിക്കൽ നീഡ്സ്, ശാരീരികമായ ആവശ്യങ്ങൾ, സാമ്പത്തികമായ ആവശ്യങ്ങൾ, പല ആവശ്യങ്ങളും ഒരാൾക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഉപ്പയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മകൾ കുറേ ദിവസമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അവൾ ഒരു കാലിഗ്രാഫിയുടെ ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചില മെറ്റീരിയൽസ് അവൾക്ക് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ അത് എനിക്ക് ഒറ്റയ്ക്ക് പോയി വാങ്ങിക്കൊടുക്കാനുള്ള അറിവില്ല എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കി കണ്ടെത്തി വാങ്ങിക്കൊടുക്കാനുള്ള നോളജ് എനിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോള് വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിത്തരാം, പക്ഷേ എനിക്ക് സമയം കിട്ടണ്ടേ. അപ്പോൾ ഇന്നലെ ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയം നീക്കി വെച്ചപ്പോൾ ഞാൻ അവളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ യാത്രയിലുടനീളം സാധാരണ വാഹനത്തിലാണ്, പിന്നെ കാറിലാണ് യാത്ര ചെയ്യാറുള്ളത്. ഇന്നലെ ബസ്സിലാണ് പോയത്. അപ്പോൾ ബസ്സിൽ പോകുന്ന സമയത്ത് ഉണ്ടായ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്. ഈ അനുഭവം കിട്ടണമെങ്കിൽ ഈ കുട്ടിയും ഞാനും തമ്മിലുള്ള യാത്ര, ബസ്സിലുള്ള യാത്ര, ഞാൻ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ അവളെൻ്റെ കൈ പിടിക്കാണ്. അത് റോഡിൻ്റെ നടുവിലാണ്. നിങ്ങൾ അങ്ങോട്ട് പോയല്ലേ, അവൾ ഇന്നെ അങ്ങോട്ട് പഠിപ്പിക്കുക. കാരണം അവൾക്ക് ആ എക്സ്പീരിയൻസ് കുറവാണ്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നത്. ഞാൻ പറയുന്നത് ആശയവിനിമയം എന്നുള്ളത് അവർക്കുള്ള അപ്രിഹെൻഷൻസ്, അവർക്കുള്ള സംശയങ്ങൾ, ആധികൾ, ടെൻഷൻസ്, സന്തോഷങ്ങൾ, ഇതൊക്കെ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. എങ്കിൽ മാത്രമേ അവിടെ കറക്ഷൻസ് നടക്കുകയുള്ളൂ. അതിനുള്ള അവസരം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും പരസ്പരം കിട്ടാതെ വരുമ്പോൾ അവളുടെ ഈ ആശയങ്ങളും അവളുടെ ആഗ്രഹങ്ങളും ചിന്തകളും വികാരങ്ങളും ആരോടാ ഷമീസാറ അവൾ ഷെയർ ചെയ്യുക?
അവളുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ അവളോട് ചങ്ങാത്തം പുലർത്തുന്ന ഇൻറ്റിമസി ആരാണോ വകവെച്ച് കൊടുക്കുന്നത് അവരുമായിട്ടാവും. അതാണ് പ്രണയം പോലും ജനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പം മക്കൾ നമ്മളിൽ നിന്ന് അകലാനുള്ള കാരണം മാതാപിതാക്കളോട് കുട്ടികളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും പറയാനുള്ള ഒരിടം, ഒരു സ്പേസ് അവർ കൊടുക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവർക്ക് വലിയ തലവേദന സൃഷ്ടിക്കും. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ വിമർശനാത്മകമായ സമീപനം. ഏത് കാര്യത്തിനും കുട്ടികളെ കുറ്റം പറയാം, എന്ത് പറഞ്ഞാലും. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ വൃത്തിയാക്കാൻ പറഞ്ഞ ഒരു സംഗതി അവൾ വൃത്തിയാക്കണമെന്നില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അവർ ചെയ്യണമെന്നില്ല. സ്വാഭാവികമായിട്ട് ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ച അതേ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനതിൽ കുറ്റം കണ്ടെത്തും. ഈ കുറ്റം കണ്ടെത്തി അത് സംസാരിക്കുമ്പോൾ മക്കൾ നമ്മളിൽ നിന്ന് അകലെയാണ്. അവരെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. ഞാൻ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ്, എൻ്റെ കുട്ടിക്കൊരു വേവ് ലെങ്ത് ഉണ്ട്, എനിക്കൊന്ന് വേറെ ഉണ്ട്. അപ്പോൾ ആ കുട്ടിയെ അവളുടേതായ രൂപത്തിൽ അല്ലെങ്കിൽ അവൻ്റേതായ രൂപത്തിൽ ഞാൻ മനസ്സിലാക്കുക അല്ലേ. ഇപ്പോൾ ഒന്ന് പുറത്ത് പോട്ടെ എന്ന് ചോദിച്ചു കുട്ടി പുറത്ത് പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ പുറത്ത് പോകുമ്പോൾ പോയിക്കോ, പക്ഷെ എത്ര സമയത്തിൻ്റെ ഉള്ളിൽ മോൻ വരണം, ആ രൂപത്തിലുള്ള ഒരു ബൗണ്ടറി നിശ്ചയിച്ച് ഫ്രീഡം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ പോയി തിരിച്ച് കൃത്യസമയത്തിന് വരും. അല്ലെങ്കിൽ സാധാരണ ഇന്ന് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്താണ്, മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗമാണ്. എന്നാൽ മക്കൾക്ക് മൊബൈൽ ഫോൺ തീരെ കൊടുക്കാതിരുന്നാലും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ഡിസിപ്ലിനിലും അവരുടെ ജീവിത കാര്യങ്ങളിലും മൊബൈൽ നിർണായക ഘടകമായതുകൊണ്ട് തന്നെ ഈ വിഷയം നീ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് നിനക്ക് മൊബൈലേ കിട്ടില്ല, അതൊരു പണിഷ്മെൻ്റാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ കൃത്യമായി അവരനുസരിക്കാനും ചെയ്ത് തീർക്കാനും അതൊരു കാരണമാണ്. ഇത് നമ്മൾ ചെയ്യാറില്ല. ഒന്നുകിൽ അവർ സുലഭമായിട്ട് ഉപയോഗിക്കുകയാണ്. മിക്ക കുട്ടികളും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധി മൊബൈൽ എഡിക്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ ശത്രുതാ മനോഭാവം രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അത് ക്രിയേറ്റീവായിട്ട് കുട്ടികൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഇത്ര സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതിന് ഞാൻ പെർമിഷൻ തരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ മോണിറ്റർ ചെയ്യും. തീരെ വേണ്ടാത്ത വല്ല സൈറ്റുകളിലും നീ പോയിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ അത് കിട്ടില്ല. ഈ രൂപത്തിലൊരു സമീപനമായിരിക്കും നന്നാവുക. എല്ലാറ്റിനും കുറ്റപ്പെടുത്തുന്ന കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, അങ്ങനെയാണ് ചില രക്ഷിതാക്കൾ. പലതും പറയുന്നുണ്ടാവും, അവരുടെ ഗ്രീവൻസസ്, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പരാതികൾ. അത് സ്കൂളിൽ പോവുകയാണെങ്കിൽ സ്കൂളിൽ നിന്ന് അധ്യാപകൻ പറഞ്ഞതുണ്ടാവും, ക്ലാസ് ടീച്ചർ പറഞ്ഞതുണ്ടാവും, സുഹൃത്തുക്കൾ പറഞ്ഞതുണ്ട്. ഇതൊക്കെ കുട്ടികളാണല്ലോ കേൾക്കുന്നത്. അതിന് പരിഹാരം ശരിക്കും കണ്ടെത്തേണ്ടത് നമ്മളാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇത് ക്ലോസ് ചെയ്യാം. കുട്ടികൾക്ക് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണം. ഇപ്പോൾ തിരക്കുള്ള നമ്മെ അത് ഏൽപ്പിക്കുമ്പോൾ നമ്മൾ 1-2 തവണ പോയിട്ട് ചിലപ്പോൾ അത് ശരിയായിട്ടുണ്ടാവില്ല. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് ടീച്ചർ, നിങ്ങളൊരു അധ്യാപകനാണല്ലോ, ക്ലാസ് ടീച്ചർ നിരന്തരം ഇതാണ് ചോദിക്കുക. അപ്പോൾ നിൻ്റെ ഉപ്പ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോലും ഒരു ബാങ്ക് അക്കൗണ്ട് ഇതുവരെ എടുക്കാൻ പറ്റിയില്ലേ എന്ന് ഈ കുട്ടിയോട് മറ്റു കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഈ അധ്യാപകൻ ചോദിക്കുമ്പോൾ എൻ്റെ മോൾക്ക് അത് എത്രത്തോളം പ്രയാസം സൃഷ്ടിക്കും, എന്തുകൊണ്ടാണ് ഇത് ലാഗ് ചെയ്തത് എന്നുള്ളത് നമുക്കേ കാരണം അറിയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മക്കൾ ഏതൊരു കാര്യം നമ്മളോട് പറയുമ്പോഴും അതിന് നമ്മൾ മുന്തിയ പരിഗണന കൊടുത്തേ പറ്റൂ. അപ്പോഴാണ് അവരുടെ ഈ മാനസിക ശാരീരിക ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടു. അങ്ങനെ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ സ്വാഭാവികമായിട്ട് നമ്മിൽ നിന്ന് അകലുമെന്നാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്. 2-3 കാരണങ്ങളാണ് ഒരുമിച്ച് പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ലിസണിങ് എന്നതാണ്. കേൾക്കാൻ നമുക്ക് സാധിക്കണം അല്ലേ. 2 ചെവിയും ഒരു വായാണ് തന്നത് എന്നതിൽ തന്നെ കൂടുതൽ കേൾക്കണം എന്നാണ് സാധാരണ സൈക്കോളജിയിലൊക്കെ പറയാറുള്ളത്. അഥവാ നമ്മൾ കേട്ടു കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ പറയുന്നത്, അവർക്കൊരുപാട് പറയാനുണ്ട്. ആ പറയുന്നത് മുഴുവൻ കേൾക്കാൻ, അവിടെ എല്ലാത്തിനും ഒരുപക്ഷെ പരിഹാരം ഉടനടി കാണാൻ നമുക്ക് സാധിക്കണമെന്നില്ല. എങ്കിലും അത് പറയുന്നത് സമയത്ത് അത് കേൾക്കാനും ശ്രദ്ധയോട് കൂടി കേൾക്കാനും അത് എൻ്റെ പാരൻസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താനും നമ്മുടെ മക്കൾക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഓർമ്മ, ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു. നമ്മൾ 2 പേരും കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രോഗ്രാമിൽ പോയ സമയത്ത് നമ്മൾ രാവിലെ നേരത്തെ അവിടെ എത്തുമ്പോൾ ഒരു പാരൻ്റ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പാരൻ്റ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും, നിങ്ങളൊരു വർഷം പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഭാര്യയുണ്ട്, മോളുണ്ട്.
അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് തന്നെ കാണാൻ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇൻഷാ അള്ളാ പ്രോഗ്രാം വൈകുന്നേരം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാത്രി ട്രെയിൻ 8 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 5 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞായിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കിപ്പോഴും എൻ്റെ മനസ്സിൽ, ഒന്ന്, രാത്രി എത്ര വരെ വേണമെങ്കിലും ഞാൻ ഇരുന്നോളാം. പിന്നീട് നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ കവറിൽ നിന്നൊരു കല്യാണക്കത്ത് നമ്മൾ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, അതാ ഇവളുടെ ഡിഗ്രി ഫൈനലിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളുടെ കല്യാണം അതാ ഈ കത്ത് പോലും ഡിസൈൻ ചെയ്ത് ഇവൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച അവൾ ആ കല്യാണം വേണ്ട എന്നാണ് ഇപ്പോൾ പറയണത്. ഞാൻ വിളിക്കേണ്ട ആളുകളെ വിളിച്ചു, ഉടയാടകളൊക്കെ എടുത്തു, എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പേരൻസിനെ നമ്മൾ പുറത്തിരുത്തി. ഇതൊക്കെ അദ്ദേഹം പറയുമ്പോൾ ആകെ കണ്ണീരൊഴുക്കിയിട്ടാണ് പറയണത്. പിന്നീട് ആ കുട്ടിയായിട്ട് സംസാരിക്കുമ്പോഴാണ് കുട്ടി പറയണത്, ചോദിക്കുന്നതിനെല്ലാം യെസ്സാ പറയണത്. അഥവാ ഈ കല്യാണക്കത്ത് ഡിസൈൻ ചെയ്ത് നീയാണോ, ഡ്രസ്സുകൾ എടുത്തോ ഒക്കെ ചോദിക്കുമ്പോൾ യെസ് യെസ് എന്നാണ് കുട്ടി പറയുന്നത്. പിന്നെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത്, എനിക്ക് കോളേജിൽ പോകാൻ വാഹനം ഒരുക്കി തന്നിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും വീട്ടിലുണ്ട്, പക്ഷേ ഈ കല്യാണം വേണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതൊന്ന് കേൾക്കാൻ എൻ്റെ പാരൻസ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന ആ കുട്ടി ചോദിച്ചൊരു ചോദ്യമാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്കൊക്കെ അവരുടേതായ ഒരു ഫ്രീഡം, പറയാൻ ഉള്ളൊരു ഫ്രീഡം, അത് കേൾക്കാൻ നമ്മൾ സന്നദ്ധരാവണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളിൽ നിന്നും അകലാനുള്ള സാധ്യതകളാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. സർ, ഇതുപോലെ അടുത്ത ഓരോ കാരണങ്ങളും നമ്മളൊന്ന് നിർദ്ദേശിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ടാമതായി എനിക്ക് തോന്നുന്നത് ചില പാരൻസിൻ്റെ ഒരു സമീപനം എന്താ വെച്ചാൽ ഏകപക്ഷീയമായ സംസാരമാണ്. ഞാൻ പറഞ്ഞാട് കേട്ടാൽ മതി. ഒരു ഹിറ്റ്ലർ പാരൻറ്റിങ്, ഇതൊന്നും കൂടി പറയണ്ട, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നടക്കൂല. SLCക്ക് ഫുൾ A+ കിട്ടിയ ഒരു കുട്ടി, വലിയ സ്വപ്നമുണ്ട്. ആ കുട്ടിയുടെ സ്വപ്നം എന്താണ്? എനിക്ക് ഒരു സയൻറ്റിസ്റ്റ് ആവണം, അല്ലെങ്കിൽ നല്ല ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല ആഗ്രഹങ്ങൾ. അപ്പോൾ ആ കുട്ടിയോട് ഏകപക്ഷീയമായിട്ട് നമ്മൾ പറയണത്, ഈ ജാമിയ അൽ ഹിന്ദ് പോയാൽ മതി. ഞാൻ എന്തിനാ ഈ ഉദാഹരണം പറയണം? ജാമിയ അൽ ഹിന്ദ് മോശമായിട്ടല്ല, വാപ്പയുടെ ആഗ്രഹമാണ് ജാമിയ അൽ ഹിന്ദ്, ഒരു സംശയമില്ല, നല്ല സ്ഥാപനമാണ്. പക്ഷേ ഈ കുട്ടി അത് ആഗ്രഹിക്കാതെ, അവിടെ പഠിക്കാൻ താല്പര്യപ്പെടാതെ നിർബന്ധിച്ച് അവളെ കൊണ്ടുപോയി ചേർത്തിയിട്ടുണ്ടെങ്കിൽ ഷീ വിൽ ബിക്കം എ ഹെഡേക്ക് ഫോർ അതേഴ്സ്. അപ്പോൾ അവളെ ആദ്യം അനുനയിപ്പിച്ച് ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ, മതപഠനത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി പിന്നെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ മാഷാ അല്ലാ അത് ഹൈറായിരിക്കും. നേരെ മറിച്ച് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഇമ്പോസ് ചെയ്യാനുള്ള ഉപകരണങ്ങളായി മക്കളെ നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് പകയും വിദ്വേഷവും ഉണ്ടാവുക, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ. കാരണം ഈ കൗമാരം എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രമാത്രം പക്വതയുള്ളൂ, അത്ര പക്വത ആ കുട്ടികൾക്കുള്ളൂ. അപ്പോൾ അവരെ നമ്മൾ കുറ്റപ്പെടുത്തണ്ട. അവരുടെ ക്ലാസ്സിലുള്ള ക്ലാസ്മേറ്റ്സൊക്കെ പോകുന്നത് +2-നാണ്, മറ്റു പഠനങ്ങൾക്കാണ്. ഇവർ വിചാരിക്കുന്നത് അതെന്തോ ഒരു പോത്താമ്പിയായിട്ടാണ്. +2 ആണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഉയരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ +2 കഴിഞ്ഞിട്ട് ഉയരങ്ങളിൽ എത്തണമെങ്കിൽ നല്ല കഠിനാധ്വാനം വേണം, ലക്ഷ്യബോധം വേണം, ഡെഡിക്കേഷൻ വേണം. ഇതൊന്നും ചെയ്യാൻ ഇവളുടെ ക്ലാസ്മേറ്റ്സായ അല്ലെങ്കിൽ ഫ്രണ്ട്സായ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവരുടെ കൂടെ വേള് പോകുമ്പോൾ അല്ലെങ്കിൽ ഇവൻ പോകുമ്പോൾ അവർ അതോടുകൂടി അങ്ങോട്ട് പഠനം നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ അത് അവരെ ഫോളോ ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ പാരൻസ് നിർബന്ധിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് അവരെ എത്തിക്കുന്നത്. ഈ കമ്പൽഷൻസ് അല്ലെങ്കിൽ അവരെ ഒരു കാര്യത്തിന് നിർബന്ധിക്കുന്നത് ആ കുട്ടികൾ നമ്മെ വെറുക്കാനും നമ്മിൽ നിന്ന് അകന്നു പോവാനും കാരണമാവുന്നുണ്ട്. ഇതൊരു വലിയ വിഷയമാണ്. സർ, അടുത്ത എൻ്റെ ഒരു സംശയം വരുന്നത്, സാധാരണ നമ്മുടെ വീടുകളിൽ കാണാറുള്ള അല്ലെങ്കിൽ കുട്ടികൾ പറയാറുള്ള, രക്ഷിതാക്കളോട് പറയാറുള്ള അല്ലെങ്കിൽ അകൽച്ചയ്ക്ക് ഒരു കാരണമാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നില്ല. ഒരു വീട്ടിൽ 2-3 കുട്ടികളാണ്. മുതിർന്ന കുട്ടി പറയും, ഞാൻ ഏറ്റവും മുതിർന്ന കുട്ടിയായതോട് എന്നോട് സ്നേഹമില്ല, അല്ലേ, എന്നോട് സ്നേഹമില്ല, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്ന് മുതിർന്ന കുട്ടിക്ക്. നടുവിലുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവ പറയണത്, അല്ലെങ്കിൽ ആൺകുട്ടിയോ പെൺകുട്ടിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടിയ മുതിർന്ന ആൾക്കാണ്. അവൾ ആകെ ചെറുപ്പത്തിൽ ആദ്യം വന്നപ്പോൾ നിങ്ങൾ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുത്തു, എനിക്കൊരു പരിഗണനയോ ശ്രദ്ധയോ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. ദാറ്റ് ഇസ് ദ സെക്കൻഡ് വൺ. ആൻഡ് ദ തേർഡ് വൺ, മൂന്നാമത്തെ ഒരു കാര്യം. അപ്പോൾ എൻ്റെ വീട്ടിൽ 3 മക്കളായതുകൊണ്ട് വളരെ പെട്ടെന്ന് ആ കാര്യം പറയാൻ തോന്നുന്നു. മൂന്നാമത്തെ കുട്ടി പലപ്പോഴും പറയാറുള്ളത്, ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് മറ്റുള്ളവരുടെ പല കാര്യങ്ങളും എനിക്ക് കിട്ടുന്നുള്ളൂ, എനിക്ക് എൻ്റേതായൊരു സ്നേഹമോ പരിഗണനയോ കിട്ടിയിട്ടില്ല. തത്വത്തിൽ 3 പേരും രക്ഷിതാക്കളോട് പരസ്പരം കലഹിച്ച് എപ്പോഴും ഇങ്ങനെ മാറി നിൽക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവിടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ലേ എന്നുള്ളൊരു കാര്യം. ഒരു വളരെ സുപ്രധാനമായ ഒരു ഇഷ്യൂ ആണ് നിങ്ങൾ റേസ് ചെയ്ത്. ഇതേ സമാനമായ ചോദ്യങ്ങൾ
ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് ഞാനും അനുഭവിക്കുന്നുണ്ട്. അത് എപ്പോഴും എൻ്റെ 12-13 വയസ്സുള്ള മോള് പറയും. മോള് പറയുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അല്ലെങ്കിലും സ്നേഹം മൂത്തോളോടാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ എന്നോട് നിങ്ങൾക്കൊരു സ്നേഹമില്ല. സത്യത്തിൽ ഇവള് ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അന്വേഷിക്കുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓരോ പ്രായത്തിലും കുട്ടികൾക്കുള്ള ഇമോഷണൽ നീഡ്സ് വ്യത്യസ്തമാണ്. ഇപ്പോൾ എനിക്ക് ഉള്ള കുട്ടികളിൽ ചെറിയ ട്വിൻസായ കുട്ടികൾ, ഞാൻ എൻ്റെ സ്റ്റോറി പറയുന്നത്, അവർക്ക് വൈകല്യമുണ്ട്. അപ്പോൾ ആ കുട്ടികളെ പരിചരിക്കുന്നതിൻ്റെ ഒരു നല്ല ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന കുട്ടി കൂടിയാണ് എൻ്റെ 12-13 വയസ്സുള്ള കുട്ടി. അവൾ അതിൽ കൂടുതൽ കെയറിങ് ആണ്. അപ്പോൾ അവൾ പറയുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഈ പരിചരണത്തിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഉമ്മക്കും ഉപ്പക്കും കൂടുതൽ കെയറിങ് അവരോടാണ്, എനിക്ക് വേണ്ടത്ര കെയറിങ് കിട്ടിയിട്ടില്ല. അപ്പോൾ മക്കൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കെയറിങ് ആണ്. അപ്പോൾ എനിക്കത് കിട്ടുന്നില്ല എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് കിട്ടാതെ പോയിട്ടുണ്ടാവും. ആ ഒരു ഡിസ്റ്റർബൻസാണ് അവരെ അത് പറയാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ, ഈ മക്കൾക്കിടയിൽ നീതി പുലർത്തുക എന്നുള്ളത് ഓരോ രക്ഷിതാവും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമാണ്. അപ്പോൾ ഒരാൾക്ക് നമ്മളൊരു വസ്തു വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ മറ്റേ ആൾ അത് നോക്കും, കൃത്യം നോക്കും, ഒബ്സർവ് ചെയ്യും, അതിൻ്റെ വലിപ്പം പോലും നോക്കും, അതിൻ്റെ അളവ് നോക്കും. എന്നിട്ട് നമ്മളോട് പറയും, നിങ്ങളാ ഓക്ക് കുറച്ച് അധികമല്ല കൊടുത്ത്, മറ്റോക്ക് ഇതല്ല ചെയ്തത്. അപ്പോൾ രക്ഷിതാക്കൾ അങ്ങനെ വിചാരിച്ചൊന്നുമല്ല ചെയ്യുന്നത്. എന്നാൽ പോലും മക്കളത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു വിചാരം നമുക്കുണ്ടാവണം. മക്കൾക്കിടയിൽ നീതി പുലർത്തുന്നവർ തന്നെയാണ് മാതാപിതാക്കൾ. ഒരിക്കലും നമ്മൾ അനീതി പ്രവർത്തിക്കില്ല. എന്നാൽ പോലും അത് ഏറ്റുവാങ്ങുന്ന മക്കളോട് ഇടയ്ക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാനും അവരെ തിരുത്താനും എക്സ്ക്ലൂസീവായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒറ്റയ്ക്ക് അവരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ പരിഗണന കൊടുക്കുക. അതിന് എനിക്ക് തോന്നിയൊരു ഉദാഹരണം, ഇപ്പോൾ 2, 3, 4 വിവാഹങ്ങൾ കഴിച്ച ആളുകളുണ്ടാവും അല്ലേ? അപ്പോൾ ഷമീം സാറിന് ഇപ്പോൾ അത് പ്രത്യേകം ക്ലിക്കാവണമെന്നില്ല, എന്നാലും ഞാൻ പറയാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് എന്താണ്? ഭാര്യമാർക്കിടയിൽ നിങ്ങൾ നീതി പുലർത്തണം. അപ്പോൾ ഒരു ഭാര്യയോട് നീതി പുലർത്തുന്നു, അടുത്ത ആളോട് നീതി പുലർത്തുന്നു. അപ്പോൾ ആ നീതി എന്നുള്ള ആ ഒരു വാക്കിൻ്റെ അർത്ഥതലങ്ങൾ എന്താണ്? ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് ആ ഭാര്യയ്ക്ക് തോന്നേണ്ടത്, എൻ്റെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാണ്, അടുത്ത ഭാര്യയ്ക്കും അതന്നെ തോന്നേണ്ടതുണ്ട്. അതാണ് അവിടെ നീതി എന്ന് വിചാരിച്ച് മറ്റൊരാളെ കൂടുതൽ സ്നേഹിക്കണ്ടെന്നല്ല, അത് ആപേക്ഷികമാണ്. എല്ലാവരോടും ഒരേ സ്നേഹമോ ഒരേ നീതിയോ പുലർത്താൻ ഒരു ഭർത്താവിനും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും ഒരു പെരിഫറൽ ലെവലിൽ ആ നീതിയുടെ ഭാഗത്ത് കിസ്ത് എന്നുള്ള പ്രയോഗം വീണ്ടും വരുന്നു. അവിടെ നമ്മൾ നിൽക്കാൻ സാധിക്കണം. മക്കളുടെ വിഷയത്തിലും തദൈവ, നമ്മൾ മക്കൾക്ക് ഏത് വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിലും വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ മൈക്രോ ലെവല് ഒബ്സർവ് ചെയ്യുന്നവരാണ് കുട്ടികൾ. ഇപ്പോൾ ഒരാളെ നമ്മൾ അറബി കോളേജിൽ ചേർത്ത്, മറ്റൊരാളെ നമ്മൾ +2 ചേർത്ത്. അപ്പോൾ അവളെ നിങ്ങളെന്തുകൊണ്ടാണ് +2 ചേർത്തത്? ഞാനത് പറഞ്ഞ സമയത്ത് എന്താ ചേർക്കാതിരുന്നത്? ഈ ഒരു ക്രോസ് ക്വസ്റ്റ്യനിങ് കുട്ടികളുടെ ഭാഗത്തുണ്ടാവും. അപ്പോൾ കാര്യങ്ങൾ വളരെ സ്വകാര്യമായിട്ട് അവരെ വിളിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ബാധ്യതയാണ്. അത് നമ്മൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മക്കൾ രക്ഷിതാക്കളിൽ നിന്നും അകന്നു പോകാനുള്ള ഒരു കാരണമായിട്ട് പലപ്പോഴും തോന്നിയ ഒരു കാരണം ഏതാണ്ടാണ് ഇത് പ്രത്യേകം നമ്മൾ പറഞ്ഞത്. അവിടെ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ കെയറിങ് കൊടുക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, ഓരോരുത്തരുടെ അഭിരുചികൾ വ്യത്യസ്തമാണ്, ഓരോരുത്തർക്ക് കഴിവുകളുണ്ട്, ഓരോരുത്തർക്ക് അവരുടേതായ പോരായ്മകളും കുറവുകളുമുണ്ട്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഇടപഴകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അവിടെ എല്ലാവർക്കും തുല്യ നീതി നൽകാൻ നമുക്ക് സാധിക്കണം. ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യം അല്ലേ, നമ്മളൊക്കെ പലപ്പോഴും ഡ്രൈവിംഗ് ഏറ്റവും സുഗമമായി നിർവഹിക്കാറുള്ളത് ക്യാമറകൾ ഉണ്ട് എന്ന അറിയുന്ന സ്ഥലങ്ങളിലാണ്. എപ്പോഴും വളരെ അലേർട്ടായി ചെയ്യേണ്ടതാണ് ഡ്രൈവിംഗ് എന്നത്. കാരണം എതിരെ വാഹനം വരുന്നത്, വാഹനം ക്രോസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓവർടേക്ക്, ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധയും പരിഗണനയും നൽകുന്നത്, ഒന്നുകൂടി ക്ലിയർ ആക്കാൻ ശ്രദ്ധിക്കുന്നത് ക്യാമറകൾ ഉണ്ട് എന്ന സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ്. നമ്മുടെ വീടുകൾ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരുപാട് ഹൈ പവർ ക്യാമറകളുള്ള വീടുകളാണ്. അത് നമ്മുടെ പിഞ്ചു കുട്ടികളാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവിടെ തുല്യനീതിക്കോ അല്ലെങ്കിൽ തുല്യനീതിയോട് കൂടിയിട്ടാണ് എല്ലാ മക്കളെയും ഒരേ രൂപത്തിൽ കാണാനാണ് ഏതൊരു രക്ഷിതാവും ശ്രദ്ധിക്കുക. പക്ഷേ കുട്ടികൾക്കിടയിൽ ആ ഒരു പക്ഷപാതിത്വം ഇല്ലാതിരിക്കാൻ
ഒരു അതീവ ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. അഥവാ ആ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റു മക്കളോട് പരിഹരിച്ചു കൊടുക്കാനും, അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിനക്ക് ഈ ഒരു സംഭവം തന്നത്, അവൻ്റെ കാര്യം നീ ആലോചിച്ചില്ലേ അല്ലേ. ചിലപ്പോൾ നമ്മൾ കൂടുതൽ സമയം പഠിപ്പിക്കുന്ന സമയത്ത് ഇരിക്കേണ്ടി വരും. കാരണം അവൻ്റെ കൂടെ എപ്പോഴും ഇരിക്കുന്നു, എന്നെ ശ്രദ്ധിക്കുന്നില്ല, ഞാനല്ലേ ചെറിയ ആൾ എന്ന് പറയുന്നതിലപ്പുറം അവിടെ അവനൊരല്പം ചെറിയ പ്രയാസമുണ്ട്, അത് പരിഹരിക്കേണ്ടതും അവനും വിജയിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് എന്ന രൂപത്തിൽ നമ്മുടെ മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, ആ ഒരു മെസ്സേജ് കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്ന്. ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു പാർഷ്വാലിറ്റി ഒരിക്കലും നമ്മളവിടെ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ ഇനി ഏതെങ്കിലും വീഴ്ചകൾ വന്നാൽ പോലും ഉമ്മാൻ്റെ സൈഡ് ക്ലിയർ ചെയ്ത് വെക്കുക. തിരിച്ചും ഒരാൾക്ക് വീഴ്ച വന്നു എന്ന് ഉമ്മ നിരീക്ഷിക്കുമ്പോൾ ഭർത്താവിൻ്റെ ഭാഗത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉമ്മക്കുണ്ട്. അതുപോലെ ഉപ്പാൻ്റെ അടുത്തുണ്ട്. രണ്ടുപേരും പരസ്പരം തിരുത്തി കൊടുക്കുക, അവർ ഒന്നിക്കുക, ഒരേ അഭിപ്രായത്തിൽ അവർ ഏകീകരിക്കണം. ഒരിക്കലും മക്കളുടെ ഇടയിൽ വാപ്പയും ഉമ്മയും തമ്മിൽ കലഹിക്കാൻ പാടില്ല. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റൊരു മക്കൾ അകലാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പ്രതീക്ഷകളുടെ അമിതഭാരം. ഇപ്പോൾ ചില പാരൻസ് മക്കളെ സംബന്ധിച്ച് ഹൈ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, എന്നിട്ട് അത് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കും. ഈ കുട്ടികളുടെ റേഞ്ച്, കുട്ടികളുടെ ബുദ്ധിയുടെ നിലവാരമൊന്നും ഇവർ ശ്രദ്ധിക്കില്ല. ഇപ്പോൾ ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു തആല വ്യത്യസ്ത കഴിവാണ് കൊടുത്ത്. എല്ലാവർക്കും എല്ലാ കാര്യവും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. ചില ആളുകൾ വൂമ്പ് ബേബീസാണ്. വൂമ്പ് ബേബീസ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഗർഭപാത്രത്തിലുള്ള ചില കുട്ടികളുണ്ട്. ചിലപ്പോൾ അവർക്ക് പ്രായം കുറേ ആയിട്ടുണ്ടാവും, എന്നാൽ പോലും സ്വന്തമായിട്ടൊരു കാര്യം തീരുമാനം എടുക്കാനോ ചെയ്യാനോ പോലും അവർക്ക് സാധിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് വലിയ കോഴ്സുകളും വലിയ പഠനഭാരവും നമ്മൾ തലയിൽ വെച്ചു കൊടുത്താൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാനസിക നില തെറ്റിയേക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. ഒരു കുട്ടി ഇത്തരം കാര്യങ്ങളോട് നീരസം പ്രകടിപ്പിക്കും. ഉദാഹരണമായിട്ട് ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ ഞാൻ അവിടേക്ക് പോവില്ല, എനിക്കത് ഇഷ്ടമല്ല, തീർത്തൊരു കുട്ടി പറയുമ്പോൾ ഇജ്ജ് അവിടെ പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവരെ നിർബന്ധിച്ച് കൊണ്ടുപോയാക്കുന്ന രക്ഷിതാക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടവും പണ്ടത്തെ കാലഘട്ടവും ഒരുപോലെയല്ല. കുട്ടികളുടെ ഒരു വിഷയം വൈകാരിക പക്വതയും ഒരു കാര്യത്തെ ഉൾക്കൊള്ളാനുള്ള കോപ്പിങ് സ്കിൽസ് എന്ന് പറയും. ഇപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ, ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മാനസികാവസ്ഥ ഇന്ന് കുറഞ്ഞിട്ടുണ്ട് അല്ലേ. ക്ഷമ പറ്റ കുറഞ്ഞിട്ടുണ്ട്. എവിടത്തും കാത്തിക്കാൻ പറ്റൂല അല്ലേ. ഇപ്പോൾ ഇന്നലെ ഞാനും മോളും കൂടി ഒന്നിച്ച് പോകുന്ന സമയത്ത് പിന്നെ സ്പീഡിൽ ഞാൻ നടന്നു. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം ചെയ്ത് തീർക്കുക. അപ്പോൾ ഒക്കെ എങ്ങനെയായിട്ടും എൻ്റെ പിന്നാലെ ഓടി എത്താൻ പറ്റില്ല. നിങ്ങളൊന്ന് നിർത്തി. അതായത് ഒരു കാര്യത്തിലും അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നിനക്കും എനിക്കും വയസ്സെത്ര വ്യത്യാസമുണ്ട്, നിന്നേക്കാളും പ്രായം ഒരുപാട് എനിക്കുണ്ട്, പക്ഷേ നിനക്ക് കുറഞ്ഞ പ്രായമുള്ളൂ, എന്നിട്ട് പോലും എനിക്കെന്താ ഓടിയെത്താൻ പറ്റാത്തത്. അപ്പോൾ കുട്ടികൾ ഇന്നത്തെ അവസ്ഥയിൽ മടി ശീലിച്ച ഒരു കാലഘട്ടത്തിലാണ് അല്ലേ. ഇപ്പോൾ ഇന്നലെ ഒരു രക്ഷിതാവ് എന്നെ വിളിച്ച സമയത്ത് പറഞ്ഞ ഒരു സംഗതി എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. എൻ്റെ വീട്ടിൽ എൻ്റെ മരുമകൾ ഉണരുന്നത് 11 മണിക്കാണ്, 12 മണിക്കാണ്. എന്നിട്ട് ഈ മരുമകൾക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അമ്മായിമ്മയാണ്. ഞാനെങ്ങാനും അത് പ്രിപ്പയർ ചെയ്യാതെ ഈ വിഷയം ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മരുമകൾ എൻ്റെ വീട്ടിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ആശങ്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. അപ്പോൾ അമ്മായിമ്മ എന്ന് പറയുന്ന ആളുടെ ആ ഒരു ഭീകര രൂപത്തിലാണ് ആദ്യം കാണപ്പെടുക. അപ്പോൾ ഇതുകൂടി ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മകന് പിന്നെ ഭാര്യയെ കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അമിതമായ ഭാരം കുട്ടികളുടെ തലയിൽ വെക്കുമ്പോൾ അത് പഠനഭാരമാവാം. അക്കാദമികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഭാരങ്ങൾ കുട്ടിയുടെ തലയിൽ ചുമത്തപ്പെടുമ്പോൾ കുട്ടികൾ അത് പഠിക്കാനുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ JEEക്ക് വേണ്ടി, അല്ലെങ്കിൽ മെഡിക്കൽ ഇതിനൊക്കെ വേണ്ടി നമ്മൾ വലിയ ഭീമമായ സംഖ്യ. കഴിഞ്ഞ ദിവസം വന്നൊരു കൗൺസിലിംഗ് കേസിൽ ഒരു കുട്ടിയെ ഇവർ കൊണ്ടുപോയിട്ട് ചേർത്തിട്ട് 95,000 രൂപ കൊണ്ടുപോയിട്ട് അഡ്വാൻസ് കൊടുത്തു. 2-3 ദിവസം പോയതിന് ശേഷം കുട്ടി പറയുന്നത് എനിക്ക് പഠിക്കാൻ കഴിയില്ല, ഭയങ്കര ഭാരമാണ്. അപ്പോൾ ഇവൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഹീസ് എഡിക്റ്റഡ് വിത്ത് ഗെയിം എഡിക്ഷനാണ്. +2-ന് 90% മാർക്കുണ്ട്, പക്ഷേ ഗെയിം എഡിക്ഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മോനെ ഞാൻ പറഞ്ഞ് കൗൺസിൽ ചെയ്ത സമയത്ത് ഈ ഗെയിം എഡിക്ഷൻ എന്നുള്ളത് പഠനത്തിൽ നിന്ന് അവനെ ഡൈഗ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ. സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങളിലേക്ക് നമ്മൾ എഡിക്റ്റഡ് ആകുമ്പോൾ അവൻ്റെ ബ്രെയിനിൽ ഒരുപാട് കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കപ്പെടും.
പഠനത്തിൽ നിന്ന് നീരസം ഉണ്ടാവും. അപ്പോൾ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മുടെ മക്കൾ തയ്യാറെടുക്കുമ്പോൾ ആ ലക്ഷ്യത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്താണ് എന്നുള്ള കൃത്യമായ അവബോധം രക്ഷിതാക്കൾക്ക് വേണം. അല്ലേ? ആ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇന്നതാണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില്ലാതാക്കാനുള്ള റെമഡിയൽ മെഷേഴ്സ്, പരിഹാരങ്ങൾ എന്ത്? അല്ലേ? ചിലപ്പോൾ ഒരു കൗൺസിലറുടെ അടുത്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ നല്ല വിദഗ്ധരോട് അഭിപ്രായം ചോദിക്കേണ്ടി വരും. അത് പോവാതെ പ്രശ്നം ഏകദേശം വഷളായതിനു ശേഷം അവസാനം ഇപ്പം ഞാൻ എന്താ ചെയ്യുക, തലല്ലാത്ത തെങ്ങുമലാണ് പലരും പോയി കയറുന്നത്. അല്ലേ? ഒരുപാട് പൈസ കൊണ്ടുപോയിട്ട് നമ്മൾ അനാവശ്യമായിട്ട് ചിലവഴിക്കും. ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യം, കുട്ടികളെ പഠനത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും പേഴ്സണാലിറ്റി ടെസ്റ്റും നമ്മൾ നടത്തണം. അതിന് വലിയ സംഖ്യയൊന്നും വേണ്ട. ഒരു 2000-3000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 2 ടെസ്റ്റുകൾ ഇന്ന് നടത്താൻ പറ്റും ശാസ്ത്രീയമായിട്ട്. ഒരുപാട് പൈസ അല്ലാതെ കൊണ്ടുപോയി നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഒരു കരിയർ ആൻഡ് പേഴ്സണാലിറ്റി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇണങ്ങിയ കോഴ്സ് ഏതാണ്, ജോലി ഏതാണ്, ഏതാണ് നല്ല സ്ഥാപനം, ഇതൊക്കെ ശാസ്ത്രീയമായി പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. കുട്ടികളുടെ രക്ഷിതാക്കൾ ആ വിഷയം ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടികൾ ഒരിക്കലും നമ്മിൽ നിന്ന് അകന്നു പോവുകയില്ല. ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു ഗ്ലാസ്സിനെ കുറിച്ചാണ്. അഥവാ ഈ ഒരു ഗ്ലാസ്സിൽ ഇത്ര അളവ് വെള്ളം ഇതിൽ കൊള്ളുള്ളൂ അല്ലേ? ഇപ്പോൾ ഒരു 100 ml, 200 ml, ഒരു 300 ml ഒരു ഗ്ലാസ്സാണ് അല്ലെങ്കിൽ ഒരു ബോട്ടിലാണ് ഇത് എങ്കിൽ പലപ്പോഴും ഇന്നത്തെ രക്ഷിതാക്കൾ ചെയ്യുന്നത് ആ ഒരു ബോട്ടിലിൽ 1 ലിറ്റർ വെള്ളം നിറക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളത്. അമിതമായ പ്രഷറും പ്രതീക്ഷകളും കൊടുത്ത് നമ്മുടെ മക്കളെ കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നതാണ്. ഇപ്പോൾ ഈ അതിൻ്റെ ഒരു സമയം കൂടിയാണ്. +2 ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത എന്ത് കോഴ്സിന് പോകണം, നീറ്റ് എഴുതി കിട്ടിയില്ല, JEE എഴുതി കിട്ടിയില്ല, റിപ്പീറ്റേഷന് പോകണോ, അങ്ങനെ വലിയ സ്ഥാപനങ്ങളിൽ നല്ല ക്യാപിറ്റേഷൻ കൊടുത്ത് കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുന്നു. കുട്ടികളുടെ ശ്രദ്ധയും അല്ലെങ്കിൽ കുട്ടികളുടെ താല്പര്യവും ഒന്നും അവിടെ പരിഗണിക്കുന്നില്ല. രക്ഷിതാക്കളുടെ വാശിയും അമിതമായ പ്രതീക്ഷയുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ താല്പര്യ മേഖല ഏതാണ്, അവർക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണ്, അത് രക്ഷിതാക്കളായ നമ്മളല്ല തീരുമാനം. നമുക്കൊരു ബാധ്യതയുണ്ട്, അവരെ കറക്റ്റ് പ്രോപ്പർ ചാനലിലൂടെ ചാനലൈസ് ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ നമ്മൾ നേടാത്ത നേട്ടങ്ങളെല്ലാം എൻ്റെ മോനിലൂടെ എൻ്റെ മോളിലൂടെ നേടണമെന്ന വാശിയുണ്ടെങ്കിൽ ആ വാശി നമ്മുടെ മക്കളെ കൊല്ലുന്നതിലേക്ക് അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്കാണ് എത്തിക്കുക. അപ്പം അതുകൊണ്ട് ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ആ ടെസ്റ്റുകൾ നടത്തി പേഴ്സണാലിറ്റിയുടെ ലെവലുകൾ എവിടെയൊക്കെയാണ്, ഏത് മേഖലയിൽ എത്തിയാലാണ് എൻ്റെ മോന് എൻ്റെ മോൾക്ക് ശോഭിക്കാൻ കഴിയുക, വിജയിക്കാൻ സാധിക്കുക, അതൊക്കെ ശാസ്ത്രീയമായ മേഖലകളും മാർഗങ്ങളൊക്കെ ഇന്നുണ്ട്. അതൊക്കെ ഒന്ന് നമ്മൾ വിലയിരുത്തണമെന്നാണ് ഒന്നുകൂടി അടിവരയിട്ട് എനിക്കും പറയാനുള്ളത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ വിഷയം, കുട്ടികളെ അകലാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ സ്നേഹമുണ്ട്. സ്നേഹം രക്ഷിതാക്കൾക്കുണ്ടോ വെച്ചാൽ രക്ഷിതാക്കൾക്കേ സ്നേഹമുള്ളൂ. അല്ലേ? ഇപ്പോൾ പ്രണയത്തിൻ്റെ വിഷയത്തിലൊക്കെ ഓരോ ട്രാപ്പിൽ അകപ്പെട്ട് കുട്ടികളെയുമായിട്ട് രക്ഷിതാക്കൾ വരുമ്പോൾ അല്ലെങ്കിൽ ഫോണിൽ കൂടി വിളിക്കുമ്പോൾ കരഞ്ഞ് അവർ വിളിക്കുകയാണ്. സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ. എൻ്റെ കുട്ടി പോയിട്ട് ഒരു കഞ്ചാവിന് അടിമപ്പെട്ട ഒരു ചെക്കൻ്റെ കൂടെ ജീവിതം നയിക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു ഉപ്പക്കും ഉമ്മക്കും ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ പിന്നാലെ കൂടി വിളിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ സ്നേഹം എന്നുള്ള വികാരം ഉള്ളിലുണ്ടായാൽ പോരാ, അത് പ്രകടിപ്പിക്കേണ്ട സന്ദർഭത്തിൽ പ്രകടിപ്പിക്കണം, ആശ്ലേഷിക്കേണ്ട സമയത്ത് ആശ്ലേഷിക്കണം, ചുംബിക്കേണ്ട സമയത്ത് ചുംബിക്കണം, ടച്ച് ചെയ്യേണ്ട സമയത്ത് ടച്ച് ചെയ്യണം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നമുക്ക് പലതവണ നമ്മൾ കേട്ട കാര്യമാണ്. ഒരു സഹാബി അല്ലേ, ഒരു അറാബി വന്നിട്ട് എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇന്ന് വരെ ഒരാളെയും ചുംബിച്ചിട്ടില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്ന മറുപടി, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് കരുണ പറ്റിയതിന് ഹൂ ഈസ് റെസ്പോൺസിബിൾ, ആരാ ഉത്തരവാദി? അപ്പോൾ നമുക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഹങ്കർ, ഏറ്റവും വലിയ വിശപ്പ് എന്താണ്? ടച്ച് ഹങ്കറാണ്. ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുമായിട്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കൗൺസിലിങ്ങിനെത്തി. അപ്പോൾ ഈ കുട്ടി 10 വയസ്സുണ്ട്. ആ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പ എന്നെ ഹഗ് ചെയ്യാറില്ല, എന്നെ ചുംബിക്കാറില്ല, അണഞ്ഞു പൂട്ടാറില്ല. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങളെ മോള് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാതി പറയുന്നുണ്ട്, അത് ശരിയാണോ? അപ്പോൾ എടുത്ത വഴിക്ക് അയാൾ പറഞ്ഞ മറുപടി, അതിന് എൻ്റെ ഉപ്പ എന്നെ ഉമ്മ വെച്ചിട്ടില്ല, എന്നെ ഹഗ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും ട്രഡീഷണലായ പാരൻറ്റിങ്ങിൻ്റെ വിക്ടിംസാണ്, ഇരകളാണ് നമ്മൾ. നമ്മളെ വാപ്പ, നമ്മളുടെ ഉമ്മ പണ്ട് എന്താണോ ചെയ്തത് അതുതന്നെയാണ് നമ്മൾ ആ പഴംപുരാണം പറഞ്ഞു നടക്കുകയാണ്. നമ്മൾ മാറാൻ നമ്മൾ തയ്യാറല്ല. സത്യത്തിൽ കുട്ടികൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പുതിയ തലമുറയിലെ മക്കൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ മാറാൻ തയ്യാറാവാത്തത് രക്ഷിതാക്കളാണ്. അതുകൊണ്ട്
സ്നേഹപ്രകടനത്തിൻ്റെ അഭാവം എന്നുള്ളത് ഒരു വലിയ പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ആവണം ഇന്ന് കുട്ടികൾ രക്ഷിതാക്കളിൽ നിന്ന് അകന്നു പോകുന്നത്. അപ്പോൾ ഒന്ന് മാറോട് ചേർത്ത് തലോടുക എന്നുള്ളതൊരു വലിയ ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ ഒന്ന് അന്വേഷിച്ച് നോക്കും. നമ്മളെ തിരക്കിൻ്റെ ഇടയിൽ നമുക്കതിന് നേരം കിട്ടില്ല. അതുകൊണ്ടാണ് കൗൺസിലിങ്ങിന് ക്ലയൻസ് കൂടുന്നത്. അപ്പോൾ ക്ലയൻസിൻ്റെ എണ്ണം കുറക്കാനുള്ള വഴി എന്താ? തലോടേണ്ടത് തലോടണം, പറയേണ്ടത് പറയണം, അല്ലേ? ഇപ്പോൾ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ചുംബനം, ആ ചുംബനം കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാര്യയുടെ കുറേ രോഗങ്ങൾ അവിടെ മാറും. കഴിഞ്ഞ ദിവസം വന്ന കൗൺസിലിംഗ് കേസിൽ ഈ ഭാര്യ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, കമ്മ്യൂണിക്കേഷൻ മുഴുവൻ മൊബൈലിനോടാണ്. അപ്പോൾ അവൾ അസ്വസ്ഥാവുകയാണ്. ഒരു +2 അധ്യാപികയായിട്ടുള്ള ഒരു ടീച്ചർ വന്ന് കൗൺസിലിങ്ങിന് പറഞ്ഞത്, ഒരു അരമണിക്കൂറെങ്കിലും എൻ്റെ ഭർത്താവിന് എൻ്റെ കൂടെ സമയം സംസാരിക്കാൻ തന്നുകൂടെ? ഇത് വിദ്യാസമ്പന്നരുടെ ചോദ്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ മക്കൾ നമ്മിൽ നിന്ന് അകന്നു പോകും. ഇത് പറയുമ്പോൾ എൻ്റെ ഇത് വരുന്നത്, ഞാൻ കഴിഞ്ഞ വർഷം എല്ലാ വർഷവും ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്, കുട്ടികളോട് അവരുടെ ഒരു വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണ്, ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തുണ്ട്, അതുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേര് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കൊണ്ട് എഴുതിക്കാറുണ്ട്, ഒരു ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം 9ൽ പഠിക്കും, ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ഒരു ആൺകുട്ടി, അവൻ എഴുതി വെച്ചൊരു കാര്യം ഭയങ്കര എന്നെ സങ്കടപ്പെടുത്തി. എൻ്റെ ഉമ്മ പഠനത്തിൽ സഹായിക്കാറുണ്ടായിരുന്നു, അതുപോലെ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് എൻ്റെ ഉമ്മ എന്നോട് സ്നേഹത്തോടു കൂടി സംസാരിക്കാറില്ല, എൻ്റെ അടുത്ത് ഇരിക്കാറില്ല, അതുപോലെ തന്നെ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിരുന്ന ഉമ്മ അത് ചെയ്യണില്ല. ഇവൻ നന്നായി ബ്രൈറ്റായിട്ട് പഠിച്ചിരുന്ന ഒരാൾ ഏറെ പിന്നോട്ട് പോവാണ്. പാരൻസ് മീറ്റിംഗ് നടന്ന് എന്താ പറയുക, കുട്ടികളുടെ പേപ്പറൊക്കെ കൊടുത്ത് കഴിഞ്ഞ സമയത്ത് ഈ ഉമ്മ വന്നിട്ട് നമ്മളോട് പറയാണ്, ഇവന് നന്നായി പഠിച്ചിരുന്നു മാഷേ, ഇപ്പോൾ പഠനത്തിലൊന്നും ഒരു ശ്രദ്ധയൊന്നുമില്ല അങ്ങനെ. അപ്പോൾ ഞാൻ ഈ എഴുതി വെച്ച കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കി അവനോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ കണ്ണീരൊഴുക്കിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. പക്ഷേ ഒരു അവസരം വന്നപ്പോൾ ഞാൻ ഈ ഉമ്മനോട് പറഞ്ഞു, നിങ്ങൾ ഇവന് കൊടുത്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നിർത്തിയത് കൊണ്ടാണ് അവൻ്റെ പഠനത്തിലൊക്കെ അത് ബാധിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം ആദ്യത്തിൽ വന്നിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ വന്ന സമയത്ത് അവൻ ഭയങ്കര പ്രസന്നമുഖനാണ്. അല്ല, അവൻ്റെ മദർ പിറ്റേ ദിവസം വിളിക്കണം, നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് വളരെ കുറച്ചിട്ടുള്ളൂ. അവൻ നന്നായിട്ട് ഒരുപാട് തീരുമാനങ്ങളൊക്കെ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്, അന്ന് നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ലൈഫിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, അവനൊരു പ്രത്യേക ശ്രദ്ധയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 15-16 വയസ്സായ കുട്ടികളാണ് 10ാം ക്ലാസ്സിലെത്തുന്നത്. ആ കുട്ടികളുടെ മനസ്സിൽ പോലും രക്ഷിതാക്കളായ നമ്മൾ അവരെ കെട്ടിപ്പിടിക്കണമെന്നും അവർക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ ഇവരൊക്കെ മുതിർന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാറ്റി. അതെ സർ, ഈ 15 വയസ്സിന് മാത്രമല്ല, വയസ്സെത്ര കൂടിക്കഴിഞ്ഞാലും ഈ വിശപ്പുണ്ടല്ലോ, പലതരം വിശപ്പുകളുണ്ടല്ലോ, ആ വിശപ്പ് മാറിയിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അതാണ് ഇന്ന് സ്ട്രെസ്സും അതുപോലെ ടെൻഷൻസും വർദ്ധിക്കുന്നത്. ഇപ്പം ഇന്നലെ ഒരു പാനിക് അറ്റാക്ക് വന്ന ഒരു കേസ് തന്നെ വിളിച്ചു. പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം തടസ്സം ഉണ്ടാവുക, പെയിൻഫുള്ളായി തോന്നുക, മരിക്കാമെന്ന് തോന്നുക, അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥത. അപ്പോൾ 26-27 വയസ്സുള്ള ഒരാളാണ് വിളിക്കുന്നത്. അപ്പോൾ അയാൾ ഭാരിച്ച ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേസ് ഡീൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറയുന്നത്, അതായത് ഒരു സാഹചര്യ സമ്മർദ്ദങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിലെ അവസ്ഥയിൽ നിന്നൊക്കെ ടെൻഷൻ ക്രിയേറ്റിംഗ് ആയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് പല രൂപത്തിലുള്ള ടെൻഷൻസാണ് ഇന്ന് ആളുകൾ നേരിടുന്നത്. അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. രണ്ടാമത്തേത്, ഏറ്റവും വലിയ പരിഹാരം എന്താ? അള്ളാഹുവോടുള്ള ലിങ്ക് സ്ട്രോങ് ആക്കുക എന്നുള്ള ആ തലത്തിൽ നമ്മൾ ചിന്തിക്കുന്നതല്ല, അല്ലേ? 5 നേരം കൃത്യമായി നിസ്കരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പരിഹാരമാണ്. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് പരിഹാരമാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു രക്ഷിതാവ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, ഉമ്മ പ്രാർത്ഥിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന ഉറപ്പായിട്ടും സ്വീകരിക്കും. അതിനാദ്യം എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുക എന്നുള്ളതിനെ നമുക്കറിയില്ല. ആ ഒരു ഡൗട്ടിംഗ് ആയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി പരിഹാരം എന്താണ്? ദീനീ നിഷ്ഠയുള്ള ജീവിതമാണ്. ഖുർആൻ തന്നെ ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നന്മ ചെയ്യുന്നവർക്ക് നന്മയല്ലാതെ എന്താണ് പ്രതിഫലമായിട്ടുള്ളത്? അത് പരലോകത്തിൻ്റെ കാര്യമല്ല സാർ പറയുന്നത്, ഈ ദുനിയാവിൽ തന്നെ. ഇപ്പോൾ നമ്മളൊക്കെ ആലോചിച്ച് നോക്കും, നമ്മൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖ് എന്താ? ആരോഗ്യമാണ്. ഈ സംസാരം നടത്താനുള്ള കഴിവാണ്. അറിവുള്ളത് കൊണ്ട് മാത്രം നമുക്കത് പറയാൻ കഴിയണമെന്നില്ല. അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്, പറയാനുള്ള ആരോഗ്യം കിട്ടേണ്ടതുണ്ട്. ഇതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വേദിയിൽ, ഈ പാതയിൽ, ഈ സരണിയിൽ
ചലിക്കുന്നത് കൊണ്ടാണ്, ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഒരിക്കലും ഈ ഒരു പൊസിഷനിലെത്തിയത് നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ടേയല്ല. ഈ ഒരു സന്ദേശം പുതുതലമുറയെ നമ്മൾ പഠിപ്പിക്കണം. സ്വാർത്ഥമായ ഒരു ലോക വീക്ഷണത്തിലേക്ക് കുട്ടികൾ മാറുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് സാമൂഹ്യമായ ഇടപെടൽ. അതൊരു വലിയ പരിഹാരമാണ്. ഇൻറ്റേർണൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്തിൻ്റെ റിസൾട്ടാണ്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ റിസൾട്ടാണ്. ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അല്ലേ? എൻ്റെ ഓരോ സമയവും വിലപ്പെട്ടതാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് മണിക്കൂറുണ്ടെന്നാണ്, അല്ലേ? എത്ര പെട്ടെന്നാണ് നമ്മുടെ മണിക്കൂറുകൾ കഴിഞ്ഞു. അത് ഒരിക്കലും ജീവിതത്തിൽ ഒരു ഉപകാരവുമില്ലാത്ത തോന്നിവാസങ്ങൾ കാണാനും മോശപ്പെട്ട ഫലിതങ്ങൾ കാണാനും വേണ്ടി. ഇപ്പം കാര്യപ്പെട്ട പണി എന്താ ആളുകൾക്ക്, അല്ലേ? ഫ്രാങ്കോ ഒക്കെ പറയുന്നുണ്ട്. പ്രാങ്ക്, തമാശയാക്ക്, കളിക്കുക, അത് ഒന്നും കാണണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഭൂരിപക്ഷം സമയവും നമ്മുടെ മക്കൾ, വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾ കാണുന്നത് അതാണ്. പക്ഷേ അവർ ഈ പ്രാങ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ തമാശയാക്കുമ്പോൾ അവർ അത് പൈസയാക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ഈ അഡ്വർടൈസ്മെൻറ്റിൽ കൂടി അവർ നേടുകയാണ്. പക്ഷേ ഇത് കാണുന്ന കുട്ടി വെറുതെ തമാശ കണ്ടിട്ട് അവൻ്റെ സമയവും അവൻ്റെ ആരോഗ്യവും നഷ്ടപ്പെടുകയാണ്. ഇത് ആസ്വദിക്കുന്നവരാണ് രക്ഷിതാക്കളും ഒന്നിച്ചത് കഥ പോലെ റീൽസ് കാണുകയാണ്. എന്നാൽ അത് ഒരു 10-20 മിനിറ്റൊന്നുമല്ല, മണിക്കൂറുകൾ റീൽസ് എഡിക്ഷനിലേക്ക് എത്തുന്ന കുട്ടികളും രക്ഷിതാക്കളും അവരുടെ നമ്പർ കൂടുകയാണ്. സ്വാഭാവികമായിട്ട് അവരുടെ മെൻ്റൽ സ്റ്റേറ്റും മെൻ്റൽ സ്റ്റാറ്റസും മാറുന്നുണ്ട്, അവരും രോഗികളാവുന്നു. കാരണം അള്ളാഹുവിൻ്റെ ദിക്റിലേക്കൊന്നും വരാൻ പിന്നെ അവർക്ക് നേരമില്ല. കാരണം തമാശയുടെ ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. ജീവിതം എന്നുള്ളത് പരീക്ഷണമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാത്ത കാലത്തോളം നമുക്കെങ്ങനെ സമാധാനം കിട്ടുക? എല്ലാം ഇവിടെ പൂർണ്ണമായിട്ട് ആർക്കെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ വിമാന അപകടത്തിൽ മരണപ്പെട്ട ആളുകളുടെയൊക്കെ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാൽ എന്തെല്ലാം പ്രതീക്ഷകൾ ഉള്ളവരാണ് അതിൽപ്പെട്ടത്, അല്ലേ? അപ്പോൾ അള്ളയാണ് എവറിത്തിങ് ഈസ് ഗെറ്റിംഗ് കൺട്രോൾഡ്. ആ ഒരു ബോധമാണ് നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും മക്കൾ രക്ഷിതാക്കളിൽ നിന്ന് അകലൂല. നമ്മൾ വിചാരിക്കുന്ന എല്ലാം ഈ ദുനിയാവിൽ കിട്ടില്ല എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. എല്ലാ വിഷയത്തിലും A+ കിട്ടണം എന്നുള്ള വാശി രക്ഷിതാക്കൾ ആദ്യം ഒഴിവാക്കണം. A+ ആണോ ജീവിതം? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഇവിടെ എത്തുമോ? ഇനി ഏതെങ്കിലും ഒരു കുട്ടിക്ക് B+ കിട്ടിയെങ്കിൽ C+ കിട്ടി, അവനെ നമ്മൾ ഇകഴ്ത്തി സംസാരിക്കരുത്. കമ്പാരിസൺ എന്നുള്ളത് ഏറ്റവും വലിയ രോഗമാണ്. ഇപ്പം എനിക്കുള്ള കഴിവല്ല ഷമീം സാറിനുള്ളത് എനിക്കില്ല. അള്ളാഹു ഇന്ന സഅയ്യക്കും ലശത്ത, വൈവിധ്യമാർന്ന പരിശ്രമങ്ങളും കഴിവുകളുമാണ് നമുക്ക് ഓരോരുത്തർക്കും തന്നത്. അത് നമ്മുടെ മക്കൾക്കുണ്ട്. ആ കഴിവെന്താ കണ്ടെത്തി അത് പ്രചോദിപ്പിക്കുക. അപ്പോൾ കുട്ടികൾ നമ്മളോട് ചേർന്ന് നിൽക്കും. അത് കണ്ടെത്താനാണ് രക്ഷിതാവ് ശ്രമിക്കേണ്ടത്. ഒരാളെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്ത് അവനെ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന അവസ്ഥ രക്ഷിതാക്കൾക്കുണ്ട്, അല്ലേ? അവരെന്തെങ്കിലും കാര്യപ്പെട്ട ആഗ്രഹങ്ങൾ പറയുമ്പോൾ ബിലിറ്റിൽ ചെയ്യുന്ന സ്വഭാവം രക്ഷിതാക്കൾക്കുണ്ട്. ഒരു ഉദാഹരണം, ഞാൻ പൈലറ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ പൈലറ്റ് ആവണേ അവനവൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ? ഞാൻ ആവില്ലെങ്കിൽ അത് സ്വകാര്യമായി പോയി പറഞ്ഞു കൊടുത്താൽ പോരെ? പബ്ലിക്കായിട്ട് വൈ ഹി ഗോ ടു ഇൻസൾട്ട് ഹിം? അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റാണ്. പാരൻറ്റിങ് എറേഴ്സുകൾ അതാണ് കുട്ടികളെ പലപ്പോഴും നമ്മളിൽ നിന്നും അകറ്റുന്നത്. അവിടെ നല്ല രക്ഷിതാക്കളാവാൻ വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ്, ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഞാൻ പുലർത്തുന്നുണ്ടോ? അങ്ങനെ പുലർത്തുകയാണെങ്കിൽ നമ്മുടെ മക്കളൊക്കെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളു. എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും മക്കൾ, അതുപോലെ തന്നെ സമ്പത്ത് എന്നൊക്കെ പറയുന്നത് പരീക്ഷണമാണ് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഭാഗങ്ങൾ കൃത്യമായി നമ്മൾ നിർവഹിക്കുക. അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നീടും അകന്നു പോവുകയാണെങ്കിൽ അത് അള്ളാഹു നമുക്ക് നൽകിയ മക്കളിലൂടെയുള്ള പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക. ഏതായിരുന്നാലും ഈ ഒരു വിഷയം തൽക്കാലം ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇനിയും അതിവിശാലമായ പല മേഖലകളുണ്ട്. അതൊക്കെ പിന്നീടുള്ള ഒരു അവസരങ്ങളിലാവാം. ഈ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം പങ്കുചേർന്ന് നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിയ ബഹുമാനനായ സഹസരനാണ് നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് അനുഭവങ്ങളാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ആ അനുഭവങ്ങളൊക്കെ എന്തുകൊണ്ട് നമ്മളോട് ഷെയർ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പുലർത്തേണ്ട, നമ്മൾ മാറേണ്ട ചില കാര്യങ്ങളാണ്. ആ അർത്ഥത്തിൽ നല്ല മക്കളായി വളരാൻ നമ്മുടെ മക്കൾക്കും നല്ല രക്ഷിതാക്കളായി മാറാൻ നമുക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. കൺകുളിർമ ഉള്ള മക്കളായിട്ട് അള്ളാഹു നമ്മുടെ മക്കളെ നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ, നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയുമാറാവട്ടെ. അതോടൊപ്പം
സമൂഹത്തിൽ നന്മയിലൂടെ മുന്നേറാനുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഹിർ ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.